കാലവർഷക്കെടുതിയിൽ ദുരിതത്തിലായി വ്യാപാരികൾ. പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഏത് ചലനവും ആദ്യം ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെയാണ്. പെരുമഴ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് വ്യാപാര മേഖലയാണ്. വ്യാപാരികൾക്കായി സംസ്ഥാന സർക്കാർ പലിശരഹിത വായ്പ അനുവദിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ആവശ്യപ്പെട്ടു. പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഏത് ചലനവും ആദ്യമേ തന്നെ ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെയാണ്. കാർഷിക മേഖലയിലായാലും ഏത് മേഖലയിലായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാര മേഖലയാണ്. കാരണം ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ പെരിയ മഴ കാരണം വിദേശ അല്ലെങ്കിൽ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് പോലും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം കൂലിമേൽ കുരു പോലെ ജില്ലാ കളക്ടർ ഒരു ചെറിയ മഴ പെയ്താൽ അല്ലെങ്കിൽ നല്ല മഴ പെയ്താലും അപ്പോഴേ പറയും രാത്രികാല ഗതാഗതം നിരോധിച്ചിരിക്കുന്നു, ഹൈറേഞ്ചിലേക്ക് ആളുകൾ വരുന്നത് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന വാർത്ത പുറത്തേക്ക് പോകുന്നത് തന്നെ വ്യാപാര മേഖലയ്ക്ക് ക്ഷീണമാണ്. കാരണം ആര് ടൂറിസ്റ്റുകൾ വരും? ഇവിടെ വലിയ അപകടകരമായ സിറ്റുവേഷനാണ് എന്ന് പറയുമ്പോൾ ആരും വരത്തില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ രാത്രികാലത്ത് അവർക്ക് തിരിച്ചു പോകുന്നതിനുള്ള സാഹചര്യം പോലും ഇല്ലാതെ വരുമ്പോൾ അവർക്ക് വലിയ ഭാരിച്ച ചെലവ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമഴ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് വ്യാപാര മേഖലയാണ്. പൊതുവെ വ്യാപാര മേഖല വലിയ മാന്ദ്യത്തിലായിരുന്നു. ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുന്ന വഴിയോര കച്ചവടവും വാഹനങ്ങളിലുള്ള കച്ചവടവും ഓൺലൈൻ കച്ചവടവും കോർപ്പറേറ്റുകളുടെ കച്ചവടവും കൂടി കഴിഞ്ഞ് സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ മഴക്കെടുതികൾ കൂടി ഉണ്ടായാൽ ഞങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാകും.